കൊടകര സ്വദേശി കെ മേനോന്റെയും അമ്മിണിയുടെയും മകളായ ലീല മേനോൻ ബംഗാളി പഠിക്കുന്നതും ലീല സർക്കാർ ആവുന്നതും വിവാഹത്തോടെയാണ്. ബംഗാളിയായ ദീപേഷ് കുമാർ സർക്കാരിന്റെ ജീവിത സഖിയായതോടെ. ആദ്യമേ തൊട്ട് തന്നെ വിവർത്തനങ്ങൾ വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒരിക്കൽ അതിൻ്റെ മൂല കൃതിയിൽ വായിക്കാൻ പറ്റുമെന്ന് അന്നൊക്കെ ഒരു വെറും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സംശയം ഇങ്ങനെ മനസ്സിൽ വരാറുണ്ട്. അത് പ്രവൃത്തി രൂപത്തിലാവുമെന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബംഗാളിന്റെ വശ്യതയാർന്ന പ്രകൃതി, സംസ്കാരം, പ്രണയം, സമരങ്ങൾ, അങ്ങനെ എഴുത്തിലൂടെ മലയാളിക്ക് ബംഗാളിലേക്കുള്ള പാലമായിരുന്നു ലീല സർക്കാർ. എനിക്ക് ചെയ്യാൻ ഇഷ്ടം ഏറ്റവും അധികം തോന്നിയിട്ടുള്ളത് എപ്പോഴും വിഭൂതിഭൂഷൻ്റെ പുസ്തകങ്ങളാണ്. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ അങ്ങവരുടെ പല പുസ്തകങ്ങളും, അങ്ങവരുടെ ആണല്ലോ പഥേർ പാഞ്ചാലി. ആ പഥേർ പാഞ്ചാലി തൊട്ടേ വേറെയും ധാരാളം പുസ്തകങ്ങൾ പലതും സത്യജിത് റായ് ഫിലിം ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടും പ്രശസ്തി നേടി. അതുമാത്രമല്ല, അതിലത്തെ അനുഭവങ്ങൾ നമുക്ക് എന്തോ എനിക്ക് തോന്നി തുടങ്ങി നമ്മുടെ നാട്ടിലും ഇതൊക്കെ സംഭവിച്ചേക്കാം. നമ്മുടെ ഗ്രാമത്തിലോ നമ്മുടെ പുഴവക്കത്തോ ഇങ്ങനെ തന്നെയല്ലേ നടന്നിരുന്നത്. സത്യജിത് റായിയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞ എഴുത്തുകാരിയാണ്. നേരിൽ കാണാനും സംസാരിക്കാനും എല്ലാം അവസരമുണ്ടായി. ഒടുക്കം അവസാനം ഞാൻ പറഞ്ഞു, ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ട് ടീനേജേഴ്സിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രമാണല്ലോ എഴുതിയത്. എന്നിട്ട് എന്തുകൊണ്ട് അഡൽട്സിന് വേണ്ടിയിട്ടുള്ളൊരു നോവൽ മുഴുവൻ എഴുതിയില്ല? ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ആദ്യം. അത് കഴിഞ്ഞിട്ട് വിനോദ് ചിരിച്ചു. അത്രമാത്രം ചെയ്തിരുന്നു, ഒന്നും പറഞ്ഞില്ല. സാഹിത്യകൃതികളുടെ തർജ്ജമ മാത്രമായിരുന്നില്ല, ഭാഷയോടുള്ള അടങ്ങാത്ത പ്രണയം നിമിത്തം മലയാളം ബംഗാളി നിഘണ്ടുവും ലീല സർക്കാർ തയ്യാറാക്കി. മലയാളത്തിൽ നിന്നും ബംഗാളിയിലേക്കും കൃതികൾ മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ഇത്രയും നാളും അധികവും ഞാൻ പഴയ രചനകളാണല്ലോ ചെയ്തിരുന്നത്. വിഭൂതിഭൂഷണായാലും ശരത്ചന്ദ്രനായാലും ബങ്കിം ചന്ദ്രനായാലും അതെല്ലാം ആ പുസ്തകങ്ങൾ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നതുകൊണ്ട് കൂടിയുണ്ടായിരുന്നു ആ ലേഖകരുടെ കൂടുതൽ പുസ്തകങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രേരണ. അപ്പോൾ ഇപ്പോൾ ചില പുതിയ എഴുത്തുകാർ കുഴിത് കാരണം കുറച്ച് പിന്നാലെ എന്നെ പറ്റി അന്വേഷിച്ചറിഞ്ഞ് എനിക്ക് എഴുത്തെഴുതി എനിക്ക് പുസ്തകം അയച്ചു തന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തോന്നാണ് ചെയ്യാന്ന്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവാണ്. എഴുത്തിന്റെ വഴിയിൽ ഇന്നും വിശ്രമമില്ലാതെ തുടരുകയാണ് എഴുത്തുകാരി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.